മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 207-ാമത്തെ എപ്പിസോഡിൽ ഫോസ്ഫറസ് എന്ന അധ്യായത്തിൻ്റെ 7-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഫോസ്ഫറസിൻ്റെ ശ്വാസകോശം, തൊണ്ട, സ്വനപേടകം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കാണുന്നത്. വളരെ മാരകമായ അവസ്ഥകൾ, ചുമയുടെ മാരകമായ അവസ്ഥകൾ, ന്യൂമോണിയ, ശ്വാസകോശത്തിന് രൂപമാറ്റം വരുന്ന കട്ടിയായിത്തീരുന്ന അവസ്ഥ, അതുപോലെ ഈ സാഹചര്യങ്ങളിൽ മറ്റ് ചില ഔഷധങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങൾ, ആഴ്സനിക്കം, സൾഫർ, ലൈക്കോപോഡിയം തുടങ്ങിയ ഔഷധങ്ങളുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട താരതമ്യങ്ങൾ, നിങ്ങളുടെയൊക്കെ ചികിത്സയിൽ സംശയങ്ങൾ വരാവുന്ന ചില സന്ദർഭങ്ങളിൽ, സമാനമായ ചില അവസ്ഥകളിൽ ഏത് ഔഷധം കൊടുക്കണം എന്ന് ആശയക്കുഴപ്പമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ട് അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നതിന് സഹായിക്കുന്ന വളരെ വിലപ്പെട്ട കുറേ അനുഭവങ്ങളുടെയും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുതരുന്ന സൂചനകളൊക്കെ ഈ ഭാഗത്തുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒന്നും തന്നെ ഒഴിവാക്കാതെ പൂർണ്ണമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാരിങ്സ് വിത്ത് ഹോഴ്സ്നെസ് ഇൻ ദ മോർണിംഗ്, ഹസ്കി വോയിസ്, ഗ്രേറ്റ് സെൻസിറ്റീവ്നെസ് ഓഫ് ദ ലാരിങ്സ് ടു ടച്ച് ആൻഡ് കോൾഡ് എയർ, പെയിൻ ആൻഡ് ബേണിംഗ് ഇൻ ദ ലാരിങ്സ് ഓൺ ടോക്കിംഗ്, വീക്ക്നെസ് ഇൻ ദ വോക്കൽ കോർഡ്സ്, violent tickling of the larynx while talking, constriction and spasms of the larynx, constant irritation to cough and larynx, tuberculous condition of the larynx, bleeding, loss of voice, cannot speak a word on account of pain in the larynx, sensation of velvet in the larynx, rawness and smarting in the larynx. സ്വനപേടകമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എത്രയോ ലക്ഷണങ്ങളാണ് പറയുന്നത്. നിരവധി ലക്ഷണങ്ങളുടെ ഒരു കേന്ദ്രസ്ഥാനമായിട്ട് ഒരു വ്യക്തിയുടെ, ഒരു രോഗിയുടെ സ്വനപേടകം മാറുന്നൊരവസ്ഥ. അത് എത്രത്തോളം ആഴത്തിൽ അത് ബാധിക്കപ്പെട്ടു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തരം പ്രശ്നങ്ങളും ഇതിലുണ്ട്. സ്വനപേടകത്തിൻ്റെ ഇൻഫ്ലമേഷൻ, വീക്കം, അതിനോട് ചേർന്ന് ശബ്ദം വ്യത്യാസം വരുന്നു. വിശേഷം രാവിലെ ഹസ്കി വോയിസ്, രാവിലെയാണ്. ഈ സ്വനപേടകത്തിൻ്റെ ഭാഗത്ത് സ്പർശിക്കുന്നതിനോടും തണുത്ത വായു അടിക്കുന്നതിനോടും വളരെ സെൻസിറ്റീവാണ്. വേദനയുണ്ട്, പൊള്ളലുണ്ട് എപ്പോഴാണ് സംസാരിക്കുന്ന സമയത്ത്. ഇനി സ്വനപേടകത്തിൻ്റെ സ്വനതന്ത്രികളുടെ കാര്യം, വോക്കൽ കോർഡ്സ്, അതിന് ക്ഷീണം സംഭവിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാൻ പ്രയാസം വരും, ശബ്ദിക്കാൻ പ്രയാസം വരും. വയലന്റ് ടിക്ലിംഗ് ഓഫ് ദ ലാരിങ്സ് വൈൽ ടോക്കിംഗ്, സംസാരിക്കുമ്പോൾ ഈ സ്വനപേടകത്തിൽ വളരെ കടുത്ത രൂക്ഷമായിട്ടുള്ള ചൊറിച്ചിൽ വരുന്നു, സംസാരം തടസ്സപ്പെടുത്തുന്നു. ഇനി അവിടെ അത് സ്വനപേടകം ചുരുങ്ങിപ്പോയ പോലെ, കൺസ്ട്രക്ട് ആയതുപോലെ വലിച്ചു കോച്ചലുകൾ, സ്ഥിരമായ ഇറിറ്റേഷൻ, ഇക്കിളിപ്പെടുന്ന അനുഭവങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്നു. ചുമക്കുമ്പോൾ ഈ സ്വനപേടകത്തിൽ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേഷൻ, ആയൊരു അസ്വസ്ഥത, ചൊറിച്ചിൽ. ഈ ലാരിങ്സിൽ സ്വനപേടകത്തിൽ ക്ഷയം ബാധിക്കുന്ന അവസ്ഥ. ശ്വാസകോശം മാത്രമല്ല, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ഷയം ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ സ്വനപേടകത്തെയും ക്ഷയം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരവസ്ഥ. ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടാകുന്നു, ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നു. വേദന കൊണ്ട്, ഈ സ്വനപേടകത്തിലെ വേദന കൊണ്ട് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദനയാണ്. സ്വനപേടകത്തിൽ ഒരു വസ്ത്രകഷ്ണം, വെൽവെറ്റ് ഇരുന്നാലെന്ന പോലെ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു നാരിരുന്നാൽ പോലും വലിയ അസ്വസ്ഥത ഉണ്ടാകും. ഇതൊരു വെൽവെറ്റ് തുണിക്കഷ്ണം ഇരുന്നാലെന്ന പോലെ ഈ ലാരിങ്സിൽ ഇങ്ങനെ തൊലിയൊക്കെ പോയി ഇങ്ങനെ മാംസം, പച്ച മാംസം പുറത്തു വന്ന പോലെ വല്ലാത്ത വേദന, പൊള്ളല്, നീറ്റല്, നിരവധി രൂക്ഷമായ ലക്ഷണങ്ങളുടെ ഒരു ഇരിപ്പിടമായിട്ട് രോഗിയുടെ സ്വനപേടകം മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഫോസ്ഫറസിൽ നമ്മൾ കാണുന്നത്. ഫോസ്ഫറസ് ഹാസ് ക്യൂർഡ് മെനി കേസ് ഓഫ് ക്രൂപ്പ്, മെംബ്രെയിനസ് ക്രൂപ്പ്, വെൻ ഓൾ ദ സിംറ്റംസ് വെർ പ്രസൻറ്റ്. അപ്പോൾ ഈ കുരക്കുന്ന പോലുള്ള ചുമ, വിശേഷം കുട്ടികളുണ്ടാകുന്നത്, മെംബ്രെയിനസ് ക്രൂപ്പ്, അതിൻ്റെ തന്നെ രൂക്ഷമായ മാരകമായൊരവസ്ഥ. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നിരവധി കുട്ടികൾ, എൻ്റെ കൂടെ പഠിച്ചിരിക്കുന്ന പലരുമൊക്കെ ഈ ക്രൂപ്പ് വന്ന് മരിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ
ഒരു പകർച്ചവ്യാധി പോലെയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു കുടുംബത്തിലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും 3 കുട്ടികൾ രണ്ടര വർഷത്തെ ആ ഒരു കാലയളവിൽ മരിച്ചു പോയൊരവസ്ഥ. ആ മാതാപിതാക്കളുടെ മുഖം, മരിച്ചു കിടക്കുന്ന കുട്ടികളുടെ മുഖം, അവർ ചിതയിൽ വെച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പം അത്തരം അവസ്ഥകളൊക്കെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, ഈ ക്രൂപ്പിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു അവസ്ഥയിൽ നിരവധി കേസുകൾ ഫോസ്ഫറസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി കേസുകളെന്ന് വെച്ച് പറയുമ്പോൾ ഫോസ്ഫറസിൻ്റെ ജനറൽ കണ്ടീഷനുമായിട്ട് യോജിക്കുന്ന കേസുകളെന്നാണ് അർത്ഥം. ഫോസ്ഫറസിന് ജനറൽ കണ്ടീഷൻസ് വരുമ്പോൾ അവിടെ ക്രൂപ്പും കൂടി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തും. മരണത്തിൽ നിന്നും ഒത്തിരി പ്രയാസങ്ങളിൽ നിന്നും രോഗിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. എവറി ചേഞ്ച് ഓഫ് വെതർ ഫ്രം ബിക്കമിങ് ഓവർ ഹീറ്റഡ്. അപ്പോൾ കാലാവസ്ഥയിൽ നടന്ന ഓരോ മാറ്റവും ഈ ക്രൂപ്പിലേക്കും മറ്റ് ഈ പറയുന്ന സ്വനവേടകത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. വിശേഷിച്ചും അമിതമായി ചൂടാകുമ്പോൾ, ചൂട് ഫോസ്ഫറസിന് പറ്റില്ലെന്ന് നമുക്കറിയാം. അമിതമായിട്ട് ചൂടാകുമ്പോൾ തുടക്കം, പക്ഷെ തണുപ്പ് കൊണ്ട് വർധനവുമുണ്ട്, അത് പിന്നീട് വരുന്നുണ്ട്. പക്ഷെ തുടക്കം പലപ്പോഴും അമിതമായി ചൂടാകുന്നതുകൊണ്ടോ, അധ്വാനം കൊണ്ടോ, ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നതുകൊണ്ടോ, ചൂട് കവറിങ് കൊണ്ടോ ഒക്കെ ആകാം. അത് കോൾഡ് സെറ്റിൽ ഇൻ ദ ലാരിങ്സ്, ഈ തണുപ്പടിക്കുന്നതൊക്കെ ലാരിങ്സിൽ പോയി സ്വനവേടകത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം പോലെ തോന്നാം. പക്ഷെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ കെൻറ്റിൻ്റെയൊക്കെ ലെക്ചേഴ്സ് വായിക്കുമ്പോൾ പലരും പറയാറുണ്ട് ആശയക്കുഴപ്പമുണ്ടാകുന്നു. ആശയക്കുഴപ്പമുണ്ടാകുന്നത് അത് ശ്രദ്ധിച്ച് വായിക്കാത്തത് കൊണ്ടാണ്. ഇത് ഇവിടെ ഓവർ ഹീറ്റഡ് ആകുന്നതുകൊണ്ട് അത് തുടക്കമാണ്. പിന്നീട് അതിൻ്റെ വർധനവും മറ്റുമൊക്കെ, അതിൻ്റെ മറ്റ് മൊഡാലിറ്റീസുമൊക്കെ തണുപ്പടിക്കുന്നതുകൊണ്ടും തണുപ്പ് കൊണ്ടുമൊക്കെ ആകാം. അപ്പോൾ അതിലൊരു വൈരുദ്ധ്യമല്ല ഉള്ളത്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ, ഒരു ജനസിസ്, ഒരു അവസ്ഥയുടെ, ഒരു രോഗാവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു രോഗലക്ഷണത്തിൻ്റെ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ്റെ ആരംഭവും അതിൻ്റെ പരിണാമവും വികാസവും, അതിൻ്റെ ആ ഒരു ഘട്ടങ്ങളിൽ അതിൽ വരുന്ന ഈ മൊഡാലിറ്റീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അവിടെ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നം അവിടെ ഇല്ല. ഓരോ തണുപ്പും അവിടെ സെറ്റിൽ ചെയ്യുന്നു. പ്രൊഡ്യൂസിങ് ലോസ് ഓഫ് വോയിസ് ആൻഡ് ഹോർസ്നെസ്, ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നു, ശബ്ദം പരുക്കനാകുന്നു. ഇത് കൂടുതൽ ബാധിക്കുന്നത് പൊതുപ്രഭാഷകരെയും ഗായകരെയുമാണ്. കാരണം തൊണ്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ അവസ്ഥയിലുള്ളവരാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ KR ഗൗരി, ഐക്യകേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ മുതൽ മന്ത്രിയായിരുന്ന ഒരു സ്ത്രീയാണ്. വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്തവർ, ധാരാളം സമരങ്ങൾ നയിച്ചവർ, നിരന്തരമായി പ്രസംഗിച്ച് നടന്നവർ, വലിയ പാണ്ഡിത്യമുള്ള സ്ത്രീ കൂടിയായിരുന്നു. അവർ അവസാനം മന്ത്രിയായിരിക്കുന്ന സമയത്ത് 2001 എനിക്ക് തോന്നുന്നു, ഞാനന്ന് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ പരിപാടിക്ക് വന്നു. അവിടെ വന്നപ്പോൾ അവരുടെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. അവർക്ക് അതിൽ നിന്നൊക്കെ ചികിത്സയൊക്കെ ചെയ്തൊരു സപ്രസ്ഡ് കണ്ടീഷനായിരുന്നു. ശരിക്കും സംസാരം വ്യക്തമാകുന്നില്ല. അപ്പോൾ അവരുടെ വിശ്രമ സമയത്ത് ഞാനാണ് അവരെ വിശ്രമിക്കാൻ കൊണ്ടുപോയി മറ്റുമൊക്കെ ചെയ്തത്. അവർക്ക് വേണ്ടുന്ന ചൂടുവെള്ളം വേണമെന്നുള്ളത് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ തണുപ്പടിയപ്പോൾ ഒരു മഴയൊക്കെയുള്ള സമയമായിരുന്നു. ഏതാണ്ട് ഈ ഒരു സമയം ജൂൺ മാസമൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ശബ്ദം അടഞ്ഞു പോകുന്നു. അവർക്ക് പാകത്തിന് ചൂട്, ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൊണ്ട് അവരുടെ പാകത്തിന് അവർക്ക് കൊടുത്തിട്ട് ഒരു പ്രത്യേക പാകത്തിൽ അവർ കുടിച്ചു. ഉപ്പോളോട്ട് ഗർഗിളൊക്കെ ചെയ്തു, ശബ്ദം ശരിയായി. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ അധികം അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ അവരോട് ഇങ്ങനെ കുറച്ച് ചോദിച്ചു. ഇപ്പോൾ ഏതാണ്ട് ഇത്തരം അവസ്ഥയാണ് തണുപ്പടിച്ചാൽ. അത് ഫസ്റ്റാകണമെന്നില്ല, നിരവധി ഔഷധങ്ങൾ അത് കവർ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത് ഗായകരെയും പ്രഭാഷകരെയുമാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ തന്നെ അഭിഭാഷകർ, കോടതിയിൽ അവർ ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന അഭിഭാഷകർ, അവരെയൊക്കെ പുരോഹിതന്മാർ. യേശുദാസ് വളരെ പ്രശസ്തനായ ഗായകൻ, അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഒരു ദിവസം ഒരു ദാസമായിട്ട് പരിചയമുള്ളൊരു സംഗീത സംവിധായകൻ, അദ്ദേഹം ഒരു ഉപകരണ സംഗീത വാദകൻ കൂടിയാണ്. അദ്ദേഹം എനിക്ക് കുറച്ച് പേജുകൾ ഒരു പുസ്തകത്തിൽ നിന്നും, ഒരു അമേരിക്കൻ ബുക്കാണ്, ഈ ഭക്ഷണത്തെക്കുറിച്ചും ഓരോരുത്തരുടെ പ്രകൃതം അനുസരിച്ചുള്ള ആഹാരം അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് കുറേ പേജുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഏൽപ്പിച്ചു. അവരോട് പറഞ്ഞിരുന്നു അത് യേശുദാസിന് കൊടുക്കാനാണ്. അപ്പം ഞാനത് വിവർത്തനം ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോഴിയിറച്ചി കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് തണുപ്പുള്ള സമയങ്ങളിൽ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് തന്ന ആൾ ഒരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശുദാസ് ഈ തൊണ്ടയുടെ താപനില
കൃത്യമായിട്ട് നിലനിർത്താൻ വളരെയധികം നിഷ്കർഷിക്കുന്ന ആളാണ്. തൊണ്ടയ്ക്ക് തണുപ്പടിക്കാത്ത തരത്തിൽ ശരീരത്തിനും തൊണ്ടയ്ക്കും ആവശ്യമായ ചൂട് കൊടുക്കുന്ന തരത്തിൽ ഭക്ഷണത്തെയും പാനീയങ്ങളെയും കൃത്യമായി ക്രമീകരിക്കുന്ന ഒരാളാണ്. അപ്പം അത് സഹായിക്കുന്ന അതിനൊക്കെ അറിവുകൾ കിട്ടുന്ന പുസ്തകങ്ങളും മറ്റും ഒക്കെ അദ്ദേഹം തേടിപ്പിടിച്ച് അദ്ദേഹം വായിക്കും. എനിക്ക് തോന്നുന്നു 2005-06 മറ്റോ എന്നെ ഈ വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഗായകരെയും മറ്റുമൊക്കെ അവരുടെ കരിയർ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ. യേശുദാസ് ഇപ്പോൾ 84 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോഴും സാമാന്യം നന്നായിട്ട് തന്നെ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണം ഈ ഒരു ഭക്ഷണ കാര്യങ്ങളിൽ അതുവഴി തൊണ്ടയുടെ സ്വനപേടകത്തിൻ്റെ സ്വനതന്ത്രികളുടെയൊക്കെ താപനില കൃത്യമായിട്ട് ക്രമീകരിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളാണ്. അദ്ദേഹം മാത്രമല്ല, നിരവധി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നവരൊക്കെ അത് ചെയ്യാറുണ്ട്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അത് കൂടുതലും പൊതുജന മധ്യമത്തിലേക്ക് അത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹോഴ്സ്നെസ് ആൻഡ് ലോസ് ഓഫ് വോയിസ്, ശബ്ദം നഷ്ടപ്പെട്ടു വന്നു. ഗ്രേറ്റ് ഡ്രൈനെസ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ഓൾ ഓഫ് ദി എയർ പാസേജസ്. സ്വനപേടകത്തിൽ മാത്രമല്ല, വായുപ്രവാഹം ഉണ്ടാകുന്ന എല്ലാ ഭാഗങ്ങളിലും എല്ലാ പാസേജസിലും വരണ്ടു പോയൊരവസ്ഥ. വരണ്ടു പോകുമ്പോഴും ശബ്ദം പ്രോപ്പറായിട്ട് വരാത്ത ഒരവസ്ഥ വരാം. മൂക്കിലും തൊണ്ടയിലും ഒക്കെ വായിലൊക്കെ ആകാം, എയർ പാസേജസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം. ഹാർഡ് ഡ്രൈ റാസ്പിംഗ് കോഫ് ദാറ്റ് ഷേക്ക് ദ വോൾ ബോഡി ഫ്രം ഇറിറ്റേഷൻ ഇൻ ദ ലാരിങ്സ്. സ്വനപേടകത്തിലുണ്ടാകുന്ന ആ ഒരു ഇക്കിളി, ആ ഒരു ചൊറിച്ചിൽ, അതുകൊണ്ട് വല്ലാതെ വരണ്ട ചൊറിയുന്ന തരത്തിലുള്ളൊരു ചുമ വരുന്നു. റാസ്പിംഗ് കോഫ്, അത് ശരീരത്തെ മുഴുവനിട്ട് ഒലച്ചു കളയും, അങ്ങനത്തെ ചുമ. The irritation travels down the air passages, affecting the trachea, along with difficult respiration, asthmatic breathing, clutching in the larynx, suffocation, dyspnea, spasms and constriction of the chest. അപ്പോൾ ഈ സ്വനപേടകൾ തുടങ്ങുന്ന ആ ഒരു അസ്വസ്ഥത, ആ ചൊറിച്ചിൽ, അതിങ്ങനെ എയർ പാസേജസിലൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് അതിങ്ങനെ ശ്വാസകോശത്തിൽ വന്നിട്ട് ശ്വസനത്തെ ബാധിക്കുന്നു, ശ്വസനം പ്രയാസമാകുന്നു. ആസ്മയുള്ളവർ ശ്വസിക്കുന്ന പോലെ ഏങ്ങൽ, വലിവ് അത് വരുന്നു. ലാരിങ്സിൻ്റെ പിടുത്തം വരുന്നു. ഡിസ്നിയ, ശ്വാസം മുട്ട് വരുന്നു. വലിച്ചുകോച്ചിൽ വരുന്നു. ചെസ്റ്റിൽ, ശ്വാസകോശത്തിൻ്റെ ഭാഗത്ത് നെഞ്ചിലൊക്കെ ഇങ്ങനെ ഈ ചുരുങ്ങിപ്പോയ പോലെ വലിച്ചു കോച്ചുന്ന പോലെയൊക്കെ വരുന്നു. ആ ഒരു സിസ്റ്റം മൊത്തം ബാധിക്കപ്പെടുന്ന അർത്ഥം. വയലന്റ് സ്റ്റുഡിലസ് ഇൻസ്പിറേഷൻ ഇൻ ദ ഈവനിങ് ഓൺ ഫോളിങ് അസ്ലീപ്, ഫിയർ ഓഫ് സഫക്കേഷൻ, ലേബേഴ്ഡ് ബ്രീത്തിങ്. അപ്പോൾ വളരെ രൂക്ഷമായ സ്റ്റുഡിലസ് എന്ന് വെച്ചാൽ വളരെ ഒച്ചയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻസ്പിറേഷൻ. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വല്ലാതെ ഒച്ചയുണ്ടാകുന്നു. അത് സായനത്തിലാണ്. ഈവനിങ് എന്ന് പറയുന്നത് ഉറങ്ങാൻ പോകുന്നൊരു സമയത്ത്, അതുവരെ അർദ്ധരാത്രിക്ക് മുൻപ് ശ്വാസം മുട്ടുമോ എന്നുള്ള ഭയം അയാൾക്കുണ്ടാകും. രോഗി അങ്ങനത്തെ ഒരു ഭയത്തിലാകും. വല്ലാതെ പ്രയാസപ്പെട്ടാണ് അയാൾ ശ്വാസം കഴിക്കുന്നത്. പാരലിസിസ് ഓഫ് ദ ലങ്സ്, ഫുൾനെസ് ഓഫ് ദ ചെസ്റ്റ് ആഫ്റ്റർ ഈറ്റിംഗ്, മച്ച് ഇറിറ്റേഷൻ ഇൻ ദ ലാരിങ്സ്, ഡിഫിക്കൽട്ട് ബ്രീത്തിങ്, സ്ക്രാപ്പിംഗ് ഓഫ് മ്യൂക്കസ് ഫ്രോം ദ ലാരിങ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ ശ്വാസകോശങ്ങൾ തളർന്നുപോയി, തളർവാദം ശ്വാസകോശങ്ങൾ പിടിപെട്ടു. ചെസ്റ്റായി നിറഞ്ഞിരിക്കുന്ന പോലെ, ആഹാരം കഴിച്ച ശേഷം നെഞ്ചിലാകെ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങിയൊരവസ്ഥ. സ്വനപേടകത്തിൽ വല്ലാതെ ഒരു ഇറിറ്റേഷൻ, അസ്വസ്ഥത, ചൊറിച്ചിൽ, ശ്വാസം കഴിക്കാൻ പ്രയാസം. ഈ ലാരിങ്സിൽ നിന്ന്, ഈ സ്വനപേടകത്തിൽ നിന്ന് ഇങ്ങനെ കഫം പുരണ്ടിട്ട് അതിനെ ഇങ്ങനെ ചുരണ്ടിക്കളയുന്ന പോലുള്ളൊരു ഫീല്. എപ്പോഴാണ്? ആഹാരം കഴിച്ച ശേഷം. ഇൻ ദ ചെസ്റ്റ്, ഫോസ്ഫറസ് പ്രൊഡ്യൂസസ് ഒപ്രഷൻ, ആങ്സൈറ്റി, വീക്ക്നെസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഗോയിങ് അലോൺ വിത്ത് ഇറ്റ്സ് ചെസ്റ്റ് കംപ്ലൈൻസ്. അപ്പോൾ ചെസ്റ്റിൽ ഫോസ്ഫറസ് ഉണ്ടാക്കുന്ന എന്താണ്? ഉത്കണ്ഠ, ക്ഷീണിതാവസ്ഥ, ചുരുങ്ങിപ്പോയൊരവസ്ഥ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ചെസ്റ്റിലുണ്ട്. ഹെവിനെസ് ആസ് എ ഗ്രേറ്റ് വെയിറ്റ് ഫോർ ലൈങ് അപ്പോൺ ദ ചെസ്റ്റ്, വല്ലാതൊരു ഭാരം ഉണ്ടായതുപോലെ ചെസ്റ്റിൽ. വിത്ത് എ കോഫ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ആൻഡ് കാർഡിയാക് സിംറ്റംസ്, ദർ ഈസ് ഓൾവേസ് മോർ ഓർ ലെസ് കൺസ്ട്രക്ഷൻ ഇൻ ദ ചെസ്റ്റ്, ആസ് ഇഫ് ബൗണ്ട്, ആസ് ബാൻഡേജ്ഡ്, ഓർ ആസ് ഇഫ് ടൈറ്റ് വിത്ത് എ സ്ട്രിങ്. അപ്പോൾ ഒരു ബാൻഡേജ് കൊണ്ട് ചുറ്റിയതുപോലെ, ഒരു ചരട് കെട്ടിയതുപോലെയുള്ള ഒരു ആകെ ഒരു കെട്ടപ്പെട്ടൊരു അനുഭവമാണ് ഈ ചെസ്റ്റിലുണ്ടാകുന്നത്. എപ്പോഴാണ്? ചുമയിൽ, ബ്രോങ്കൈറ്റിസിൻ്റെ സമയത്ത്, ന്യൂമോണിയ സമയത്ത്,
കാർഡിയാക് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ടൈറ്റ്നസ് ഫെൽറ്റ് ഓവർ ദ സ്റ്റേർണം ആൻഡ് വിത്ത് ഓൾ കംപ്ലൈൻസ് ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ദ ചെസ്റ്റ് pressure of a weight over the middle of the sternum, feeding of a rush of blood to the chest with or without violent pulsations. അപ്പോൾ നെഞ്ചിലെ ആ അസ്ഥിയിൽ സ്റ്റേർണത്തിൽ ഒരു മർദ്ദമുള്ളതുപോലെ ഒരു ടൈറ്റ്നെസ് ഉള്ളതുപോലെ നെഞ്ചിലായൊരു ക്ഷീണം, ഈ സ്റ്റേർണത്തിൻ്റെ ഈ നെഞ്ചിലെ അസ്ഥിയുടെ മധ്യഭാഗത്ത് വല്ലാത്ത ഭാരം, അങ്ങോട്ട് രക്തം ചെസ്റ്റിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് പോലെ, അതിനോടൊപ്പം വല്ലാത്ത മിടിപ്പുകൾ, പൾസേഷൻസ്, സെൻസേഷൻ ഓഫ് ഹീറ്റ് ഇൻ ദ ചെസ്റ്റ് മൗണ്ടിങ് ടു ഹെഡ്, നെഞ്ചിൽ ചൂട്, വല്ലാത്ത ചൂടിൻ്റെ ഒരു അനുഭവം, അത് തലയിലേക്ക് ഇങ്ങനെ പടരുന്ന പോലെ, ഫ്ലഷസ് ഓഫ് ഹീറ്റ് ഇൻ ദ ചെസ്റ്റ് എക്സ്റ്റെൻഡിങ് അപ്വേർഡ്, ഈ ചൂടിനെ ചുട്ടുനീട്ടിൽ ചൂടിൻ്റെ ഇങ്ങനെ പായൽ അതിങ്ങനെ മേലേക്ക് തലയിലേക്കുള്ള എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനുഭവം. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ചെസ്റ്റ്, സ്പാസ്മോഡിക് പെയിൻ ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ എല്ലാത്തരം വേദനകളുണ്ട്, കുത്തുന്ന പോലെ, വലിച്ചു കോച്ചുന്ന പോലെ. വയലന്റ് സ്റ്റിച്ചിങ് പെയിൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്, ബെറ്റർ ബൈ ലൈങ് ഓൺ റൈറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട മൊഡാലിറ്റി, ഇടതുവശത്ത്, നെഞ്ചിൻ്റെ ഇടതുവശത്ത് വല്ലാതെ സ്റ്റിച്ചിങ് പെയിൻ, അതിൻ്റെ അമീലറേഷൻ എങ്ങനെയാണ്, വലതുവശം കൊണ്ട് കിടക്കുമ്പോൾ. ദർ ആർ പെയിൻസ് ലൈക്ലി ടു ഒക്കർ ഇൻ പ്ലൂരിസി ഓർ ഇൻ പ്ലൂരിസി വിത്ത് ന്യൂമോണിയ. അപ്പോൾ ശ്വാസകോശങ്ങളുടെ ആവരണത്തിലുണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ ന്യൂമോണിയോട് ചേർന്നുണ്ടാകുന്ന വീക്കം, ആ ഒരവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദനകൾക്ക് ഫോസ്ഫറസ് ഉപകരിക്കും. കംപ്ലൈൻറ്റ്സ് ഓഫ് ചെസ്റ്റ് വോഴ്സ് ഇൻ കോൾഡ് എയർ, അത് നേരത്തെ പറഞ്ഞത്, നെഞ്ചിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് തണുത്ത വായു കൊണ്ടാണ്. തുടക്കം ചിലപ്പോൾ ചൂടടിക്കുന്നതുകൊണ്ടാകാം, അമിതമായിട്ട് ചൂടാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മറ്റ് മൊഡാലിറ്റി, അതിൻ്റെ ഒരു വർധനവ് വരുന്നത്, ചെസ്റ്റിലെ കംപ്ലൈൻസിൻ്റെ വർധനവ് വരുന്നത് തണുത്ത വായു അടിക്കുമ്പോഴാകാം. റോണസ് ഇൻ ദ ട്രക്കിയ എക്സ്റ്റെൻഡിങ് ഇൻ ടു ലങ്സ്, ബേണിംഗ് ഇൻ ദ ചെസ്റ്റ്, അക്യൂട്ട് പെയിൻ ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ ലങ്സ്, വയലന്റ് പെയിൻ ഇൻ ദ ചെസ്റ്റ് വൈൽ വിത്ത് കോഫിങ്. അപ്പോൾ സ്വനപേടകങ്ങളിൽ തൊലിയൊക്കെ പോയി പച്ചമാസം വന്ന പോലുള്ളൊരു ഫീല്, വേദന, നീറ്റലൊക്കെ ഉണ്ടാകാം. അത് ശ്വാസകോശങ്ങളിലേക്ക് ഇങ്ങനെ പടരുന്നു, നെഞ്ചിലാകെ പൊള്ളുന്ന അനുഭവം, നെഞ്ചിൻ്റെ ലങ്സിൻ്റെ ശ്വാസകോശങ്ങളുടെ കീഴ്ഭാഗത്ത് വല്ലാതെ വേദന, ചുമക്കുമ്പോൾ വല്ലാതെ വേദന. ഇത്തരം ക്ഷയരോഗികൾക്കും ന്യൂമോണിയ ബാധിച്ചവർക്കും ഒക്കെ ഉണ്ടാകാവുന്നൊരവസ്ഥ. ദ പേഷ്യൻ്റ് ഈസ് കമ്പൽഡ് ടു ഹോൾഡ് ദ ചെസ്റ്റ് വിത്ത് ഹാൻഡ്. ഇങ്ങനെ വരുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നെഞ്ചിൽ അമർത്തിപ്പിടിക്കണം. അമർത്തിപ്പിടിച്ചാലേ അതിനൊരു ചെറിയൊരു ആശ്വാസമുള്ളൂ. അത്രയ്ക്ക് പ്രയാസമാണ് നെഞ്ചിലുണ്ടാകുന്നത്. ഇൻഫ്ലമേഷൻ ഇൻ ലങ്സ് വിത്ത് ആങ്സൈറ്റി, ഒപ്രഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ബ്രൈറ്റ് റെഡ് ബ്ലഡ്. അപ്പോൾ ചുമച്ച് നല്ല ബ്രൈറ്റായിട്ടുള്ള ചുവന്ന ചോര പുറത്തു പോകും. ഫോസ്ഫറസ് ഉള്ളതാണ്, ബ്ലീഡിങ് ഉള്ളതാണ്, എല്ലാം ബ്രൈറ്റ് റെഡാണ്. കട്ടിയായി ഇങ്ങനെ നിറം മാറ്റം വന്നതല്ല, ചോരയുടേതായിട്ടുള്ളൊരു ഡാർക്ക് റെഡ് അല്ല. ചെസ്റ്റിൽ അത് ഉത്കണ്ഠയുണ്ട്, എല്ലാത്തരം പ്രശ്നങ്ങളുമുണ്ട്. Phosphorus patient suffers from copious hemorrhage from the lungs in thysical conditions. In inflammation of the bronchial tubes with intense fever and violent shaking cough. അപ്പോൾ ക്ഷയമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളിൽ, നീർവീക്കങ്ങളിൽ, ബ്രോങ്കിയൽ ട്യൂബ്സിലുണ്ടാകുന്ന വീക്കങ്ങളിൽ, ഒപ്പം ശക്തമായ പനി, വല്ലാതെ ആകെ കുലുക്കുന്ന, ശരീരത്തെ ആകെ കുലുക്കുന്ന ചുമ, ഈ ഒരവസ്ഥയിലൊക്കെ വല്ലാതെ അമിതമായ രക്തസ്രാവം ഉണ്ടാകാം. വളരെ ആളെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളാണ്. പക്ഷേ നമ്മൾ ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉപയോഗിച്ച് ഉചിതമായ ഔഷധം കൊടുത്തുകൊണ്ട് ഇതിനെ സുഖപ്പെടുത്താൻ സാധിക്കും. ദ ബോഡി ട്രംബിൾസ് വിത്ത് ദ കോഫ്. ചുമ കൊണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ വിറക്കും, ശരീരം വിറച്ചു, അത്രയ്ക്ക് ക്ഷീണിതാവസ്ഥയായി. ടിയറിങ് പെയിൻസ് ഇൻ ദ സ്റ്റേർണം വിത്ത് ദ കോഫ്. നെഞ്ചിലെ അസ്ഥിയിൽ ഇങ്ങനെ അതിനെ വലിച്ചു കീറുന്ന തരത്തിലുള്ള വേദന ചുമക്കുന്നതിനോടൊപ്പം. സഫക്കേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ചെസ്റ്റിൽ ഇങ്ങനെ ഇടുങ്ങിയ പോലെ, ശ്വാസം കിട്ടാത്ത പോലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോസ്ഫറസിലെ നെഞ്ചിലെ പ്രശ്നങ്ങളും ശ്വാസകോശത്തിലെ പ്രശ്നങ്ങളും അനുബന്ധിച്ചുകൊണ്ട് ഈ നെഞ്ചിലെ അസ്ഥിയിലും പ്രശ്നങ്ങളുണ്ട്. പെയിൻ വിത്ത് ലാരിങ്സ്, സനപേടകത്തിലെ വേദന. ദ എക്സ്പെക്ടേഷൻ മേ ബി ബ്ലഡ് സ്ട്രീക്ഡ് ഓർ റസ്റ്റ് കളേർഡ് ആസിഡ് ഇൻ ന്യൂമോണിയ. ചുമച്ച് കഫം തുപ്പുമ്പോൾ അതിൽ രക്തത്തിൻ്റെ ഇങ്ങനെ പാടുകളുണ്ടാകാം, അല്ലെങ്കിൽ ന്യൂമോണിയയിലൊക്കെ ഉണ്ടാകുന്ന പോലെ തുരുമ്പിൻ്റെ നിറം,
അത് ചോര വന്നിട്ട് അത് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ പഴകിയ അവസ്ഥ. ഇറ്റ് മേ ബി പ്യൂരിലൻറ്റ്, അത് പഴുപ്പ് കലർന്നതാകാം. ഇൻ ദ ലേറ്റർ സ്റ്റേജ് ഇറ്റ് ബിക്കംസ് തിക്ക് യെല്ലോ സ്വീറ്റിഷ്. ഇത് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ പഴുപ്പിന് മഞ്ഞ നിറമാകാം, അത് കട്ടിയാകാം, സ്വീറ്റിഷ് മധുര രുചിയും വരാം. ഫോസ്ഫറസ് ഈസ് എ യൂസ്ഫുൾ റെമഡി ഇൻ ഓൾഡ് ബ്രോങ്കിയൽ കട്ടാർസ്. നെഞ്ചിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് ബ്രോങ്കൈറ്റിസ് വന്ന് അതിൻ്റെ ഫലമായി കഫം വരുന്ന പഴകിയ അവസ്ഥകളിൽ ഫോസ്ഫറസ് ഉപകരിക്കും. അതെങ്ങനെയാണ്? ഇൻ കംപ്ലൈൻസ് ദാറ്റ് ഡേറ്റ് ഫ്രം ന്യൂമോണിയ ഓർ ഫ്രം ബ്രോങ്കൈറ്റിസ്. അതിൻ്റെ തുടക്കം, അതിൻ്റെ ഉത്ഭവം തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രോങ്കൈറ്റിസോ ന്യൂമോണിയോ ആയിരിക്കും. അപ്പോൾ കേസിൻ്റെ ഒരു ഹിസ്റ്ററി, ഒരു രോഗിയുടെ പ്രശ്നങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുക്കേണ്ട പ്രാധാന്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പോഴത്തെ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം, ലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ പോലും അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ജനസിസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അല്ലെങ്കിൽ കൊടുക്കുന്ന ഔഷധം തെറ്റിപ്പോവും. എവറി കോൾ സെറ്റിൽസ് ഇൻ ദ ചെസ്റ്റ്. തണുപ്പ് എന്തടിച്ചാലും അത് ചെസ്റ്റിൽ പോയാണ് വീഴുന്നത്. ദ ലങ്സ് സീം ടു ബി വീക്ക്. ശ്വാസകോശങ്ങൾ ക്ഷീണിതമാണ്. അഗെയിൻ ഇൻ ഹെപ്പറ്റൈസേഷൻ ഡ്യൂറിങ് pneumonia with hard, dry, hawking cough. In hepatization of the lungs during pneumonia, phosphorus, sulfur and lycopodium are most frequently indicated medicines. അപ്പോൾ ശ്വാസകോശങ്ങൾ ഇങ്ങനെ കട്ടിയായിട്ട് കരൾ പോലെ കട്ടിയായി തീരുന്നൊരവസ്ഥ, ഹെപ്പറ്റൈസേഷൻ, അത് ന്യൂമോണിയയുടെ സാഹചര്യത്തിൽ ന്യൂമോണിയ ഉണ്ടാകുമ്പോൾ ശ്വാസകോശങ്ങൾ കട്ടിയായി കരൾ പോലെ ആയിത്തീരുന്നൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഹാർഡ്, ഡ്രൈ, ഹോക്കിംഗ് കോഫ് ഒക്കെ, വരണ്ട വല്ലാതെ കടുത്ത ചുമ. മറ്റൊരു കമ്പാരിസൺ വരുന്നത് ന്യൂമോണിയയുടെ അവസ്ഥയിലുണ്ടാകുന്ന ഈ ഹെപ്പറ്റൈസേഷനിൽ പ്രധാനപ്പെട്ട ഒന്നിട്ടുണ്ട് ഔഷധങ്ങൾ. ഫോസ്ഫറസിനോടൊപ്പം വരുന്നത് സൾഫർ, ലൈക്കോപോഡിയം. ഫോസ്ഫറസും സൾഫറും ലൈക്കോപോഡിയമാണ് ഇത്തരം ന്യൂമോണിയയുടെ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഹെപ്പറ്റൈസേഷന്, ലങ്സിൻ്റെ ഹെപ്പറ്റൈസേഷന് ഏറ്റവും അധികം യോജിക്കുന്നതും ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നതുള്ള ഔഷധങ്ങൾ. ഫോസ്ഫറസ് ഈസ് ഓഫൻ ദ റെമഡി ടു ഫോളോ ആർസനിക് വെൻ ആർസനിക് ഹാസ് ബീൻ സ്യൂട്ടഡ് ടു ദ റെസ്റ്റ്ലെസ്നെസ്, frustration and anxiety that comes to a place where because of hepatization it is capable of accomplishing no more toward the cure of a case. അപ്പോൾ ഒരു കണ്ടീഷൻ്റെ തുടക്കത്തിൽ ആർസനിക്കമായിരുന്നു, ആർസനിക്കും കേസ്, പ്രൊസ്ട്രേഷൻ, അങ്ങനെ വീക്ക്നെസ്, ആർസനിക്ക് നമുക്കറിയാവുന്ന അവസ്ഥകൾ, ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ് എല്ലാം ഉണ്ട് ആർസനിക് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. അത് ആ ഒരു സ്റ്റേജിൽ ഹീൽ ചെയ്തു. പക്ഷേ കേസ് ഒരു ഹെപ്പറ്റൈസേഷനിലേക്ക് പോയി, ശ്വാസകോശങ്ങൾ കട്ടിയായി, കരളിൻ്റെ പോലെ കട്ടിയായിട്ടൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ആർസനിക്കിന് റോളില്ല. ആർസനിക്ക് അത്രയ്ക്ക് ഡീപ്പ് ആക്ടിങ് മെഡിസിനും അല്ലതാനും. ആ ഒരവസ്ഥയിൽ ഫോസ്ഫറസ് വരാം. ഫോസ്ഫറസ് ഈസ് ഓഫൺ ദ റെമഡി ടു ഫോളോ. പലപ്പോഴും ആർസനിക്കിനെ ഫോളോ ചെയ്യുന്നത് ഫോസ്ഫറസ് ആയിരിക്കാം, പക്ഷേ അല്ലാതെയും ആകാം, സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇഫ് ദെൻ ദ പേഷ്യൻ്റ് ഹാസ് തേഴ്സ്റ്റ് ഓഫ് ഐസ് കോൾഡ് വാട്ടർ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഫോസ്ഫറസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഫോസ്ഫറസ് ആണോ റെമഡി, ഓഫൺ എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ ഫോസ്ഫറസ് ആണെങ്കിൽ മഞ്ഞുപോലെ തണുത്ത വെള്ളത്തോടുള്ള ആ ഒരു വല്ലാത്തൊരു അഭിനിവേശം ആ രോഗി കാണിക്കണം. കൺസ്ട്രക്ഷൻ ഓഫ് ദ ചെസ്റ്റ്, അതിനോടൊപ്പം നെഞ്ചാകെ ചുരുങ്ങിപ്പോയ അവസ്ഥ, ഡ്രൈ ഹോക്കിംഗ് കഫ്, വരണ്ട ആകെ ഉലയ്ക്കുന്ന ചുമ, ശ്വാസകോശങ്ങളിൽ പാരലിറ്റിക് വീക്ക്നെസ്, ആകെ തളർന്ന അവസ്ഥ. നമ്മൾ നേരത്തെ കണ്ട ശ്വാസകോശങ്ങളുടെ അവസ്ഥ തന്നെ. എക്സ്പെക്ടേഷൻ ഓഫ് ബ്ലഡ്, രക്തം കലർന്ന കഫം, ഓർ ഫ്രോത്തി മ്യൂക്കസ്, പത പോലുള്ള കഫം, അങ്ങനെ പറയുമ്പോൾ ഫോസ്ഫറസ് ഈസ് ദ ബെസ്റ്റ് റെമഡി. ഈ ഒരു കണ്ടീഷൻ എല്ലാം കൂടി ചേർന്ന് വന്നതിൽ ഏറ്റവും മികച്ച ഔഷധം ഫോസ്ഫറസ് ആണ്. ഇൻ ന്യൂമോണിയ ദർ മേ ബി ബേണിംഗ് ഇൻ ദ ചെസ്റ്റ്, ബേണിംഗ് ഇൻ ദ ഹെഡ്, ഹോട്ട് ചീക്സ് ആൻഡ് ഫീവർ. അപ്പോൾ ന്യൂമോണിയയുടെ അവസ്ഥയിൽ നെഞ്ചിൽ പൊള്ളലുണ്ടാകാം, തലയിൽ പൊള്ളുന്ന അനുഭവം ഉണ്ടാകാം, കവിളുകളായി ചൂടായിരിക്കാം, പനിയുണ്ടാകാം, ജസ്റ്റിക്കുലേഷൻ ആൻഡ് ഡെലിറിയം, violent thirst for ice cold water, fan-like motion of the nose, difficult breathing, catchy inspiration, lying on back with the head thrown far back, short dry cough. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ. ഈ ഫോസ്ഫറസിൻ്റെ ഒരു ന്യൂമോണിയ കേസ്, ശ്വാസകോശത്തിൽ പൊള്ളുന്ന അനുഭവമുണ്ട്, തലയിൽ പൊള്ളുന്ന അനുഭവമുണ്ട്, കവിളുകൾ ചുവന്നു പൊള്ളലുണ്ട്, ഡെലിറിയമുണ്ട്, മഞ്ഞുപോലെ തണുത്ത വെള്ളത്തോടുള്ളൊരു വല്ലാത്തൊരു വയലന്റ് തേഴ്സ്റ്റ്, വല്ലാത്തൊരു ദാഹം, നേരത്തെ കൊണ്ട പോലെ മൂക്കിൽ
ഇങ്ങനെ ഫാൻ പോലെ ഇങ്ങനെയുള്ളൊരു ചലനം, ശ്വസിക്കാൻ പ്രയാസം, ഇങ്ങനെ വല്ലാത്തൊരു ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്കെടുക്കാൻ വലിയ പ്രയാസം, തല പിന്നോട്ടാക്കി ഇങ്ങനെ ആൾ ശരിക്കും പറഞ്ഞൊരു മരിച്ചൊരവസ്ഥ. മരിച്ചു കഴിയുമ്പോൾ തലയുടെ ഭാരം കൊണ്ട് തല പിന്നോട്ടായി പോകും. അങ്ങനെ ഒരു ആൾ മരിച്ചുപോയ പോലുള്ളൊരു കിടപ്പ്, വരണ്ട ചുമ, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വരും. ഈ ഒരു പ്രശ്നങ്ങളിൽ ഫോസ്ഫറസ് വളരെ ഉചിതമായ ഒരു ഔഷധമായിരിക്കും. ദ കരോട്ടിഡ്സ് പൾസേറ്റ്, കഴുത്തിലുള്ള ആ രക്തക്കൊഴലുകൾ വല്ലാതെ മിടിപ്പ്. റോണസ് ഇൻ ദ ചെസ്റ്റ്, ബ്രൂസ് ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ്, പെയിൻസ് ആർ കട്ടിങ്, ബേണിംഗ് ഓർ ഷാർപ്പ് ആൻഡ് ടിയറിംഗ് ഇൻ ദ ലങ്സ് വെൻ കോഫിംഗ്. ചുമയുണ്ടാകുമ്പോൾ നെഞ്ചിൽ ഇല്ലാത്ത പ്രയാസമില്ലെന്ന് അർത്ഥം. വല്ലാത്ത പ്രയാസങ്ങൾ, തൊലി പോലുള്ള വേദന, കത്തി കൊണ്ട് കുത്തുന്ന പോലെ പൊള്ളുന്ന പോലുള്ള വേദനകൾ, സഫക്കേഷൻ ഓർ ഇൻസ്പിറേഷൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ, വല്ലാത്ത ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നത് ഏതാണ്ട് അസാധ്യമായൊരവസ്ഥ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. ഫോസ്ഫറസിൻ്റെ ചെസ്റ്റ് കംപ്ലൈൻസിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കാൻ വലിയ പ്രയാസമാണ്. എസ്പെഷ്യലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹെപ്പറ്റൈസേഷൻ വെൻ ദ ഫേസ് ബിക്കം ലിവിഡ് ആൻഡ് ദ ഫീച്ചേഴ്സ് പോയിന്റ് വിത്ത് കോൾഡ് സ്വെറ്റ് ആൻഡ് ക്വിക്ക് ഹാർട്ട് പൾസ്. അപ്പോൾ ഇത് കൂടുതൽ സംഭവിക്കുന്നത് ഹെപ്പറ്റൈസേഷനിലാണ്, ശ്വാസകോശം കട്ടിയായി പോകുന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള ചില അക്കമ്പനിയിങ് സിംറ്റംസ് പറയുന്നുണ്ട്. ഇങ്ങനെ ഫേസ് ബിക്കം ലിവിഡ്, വല്ലാതെ ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ മുഖം അങ്ങനെ ആകും. ദേഷ്യത്തിലായിരിക്കണമെന്നില്ല, ലുക്ക് അങ്ങനെയാണെന്ന് അർത്ഥം. അതുപോലെ കോൾഡ് സ്വെറ്റ്, തണുത്ത വിയർപ്പ്, പൾസ് വല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് അവിടെ നാടിയിടിപ്പ് വർദ്ധിക്കുന്ന അവസ്ഥ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്കിപ്പോൾ ശ്വാസകോശത്തിൻ്റെ ആ ഒരു അവസ്ഥ പരിണാമം കാണാൻ പറ്റില്ല. കണ്ട് മനസ്സിലാക്കുന്നത് പോലെ സ്കാനിങ്ങോ എക്സ്റേ കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന സാഹചര്യമല്ല. അപ്പം അതിന് സിംറ്റംസിൻ്റെ അക്കമ്പനിയിങ് സിംറ്റംസ് ഉപയോഗിച്ചുകൊണ്ടും ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ശരീരശാസ്ത്രപരമായ രോഗശാസ്ത്രപരമായ അറിവുകൾ വെച്ചുകൊണ്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഹെപ്പറ്റൈസേഷൻ ആയി കഴിഞ്ഞോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. ഫ്രോത്തി എക്സ്പെക്ടേഷൻ ലോ ഫോംസ് ഓഫ് ന്യൂമോണിയ നോൺ ആസ് ടൈഫോയിഡ് ന്യൂമോണിയ. ടൈഫോയിഡ് ന്യൂമോണിയ എന്നറിയപ്പെടുന്ന ലോ ഫോംസ് ഓഫ് ന്യൂമോണിയയുടെ വളരെ മോശമായ ഗുരുതരമായ അവസ്ഥകളിൽ കഫം ഇങ്ങനെ പതകളെന്ന കഫം വരും. ശരിക്കും പറഞ്ഞാൽ മാരകമായൊരവസ്ഥയാണ്. ആ അവസ്ഥകളിലൊക്കെ ഫോസ്ഫറസ് വളരെ ക്യൂറേറ്റീവായിട്ടൊരു ആക്ഷൻ കാണിക്കും സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ. ഇതുപോലെ വളരെ വിലപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.